താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം, ബ്ലിങ്കിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ്. CPM അടവുകൾ പലതായി ഇറങ്ങിക്കഴിഞ്ഞു. ഭരണം തലക്ക് പിടിച്ച LDF ജനത്തെ സേവിക്കാൻ ഇനി എന്ത് മാർഗമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പണ്ട് നായനാർ നടപ്പിലാക്കിയ പദ്ധതി ഓർമ്മയിൽ വന്നത്. ഫോൺ വഴി സേവനം. ഉമ്മൻചാണ്ടിയെ പോലെ റോഡിലിറങ്ങി ജനമധ്യത്തിൽ സേവിക്കാൻ പോയാൽ തടി കേടാവും എന്നത് അറിയുന്ന മുഖ്യൻ തൻ്റെ പൂർവികനായ നായനാരെ മനസാ പ്രണമിച്ച് ഫോൺ സേവനവുമായി ഇറങ്ങുകയായിരുന്നു. കൊട്ടിഘോഷിച്ച് CM വിത്ത് മീയിൽ സംസാരിക്കാമെന്ന്. ഇവിടെ കേൾക്കുന്നുണ്ട്. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. ഇവിടെ കേൾക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ല. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, വകുപ്പുകളെക്കുറിച്ചും ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ അഭിപ്രായം അറിയിക്കാം, പരാതി അറിയിക്കാത്രേ. എന്താല്ലേ, ഇത്രയും ജനകീയനായ ഒരു മുഖ്യൻ നമുക്കായി വാതിലുകൾ ഇങ്ങനെ പലർക്ക തുറന്നിടുകയാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനകീയ സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരായി ഇറങ്ങിയിരിക്കുകയാണ്. മുൻപ് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിയുമായി വന്നപ്പോൾ തലങ്ങും വിലങ്ങും വിമർശിച്ചവരാണ് ഇപ്പോൾ ഇതാ CM വിത്ത് മീ പരിപാടിയുമായി ഇര പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ കേരള ജനതയുടെ ഉന്നമനത്തിനായി അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു സർക്കാരാണ്, അതെ, ഞാൻ നിങ്ങളോടൊപ്പം എന്ന് പ്രഖ്യാപിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ തലേന്ന് പ്രഹസനവുമായി ഇറങ്ങിയതല്ല കേട്ടോ. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നവകേരള സദസ്സ് എന്നൊരു പ്രഹസനവും ഞങ്ങൾ നടത്തിയിരുന്നു. അവിടെയും പരാതി ഭാണ്ഡങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് നമുക്ക് CM വിത്ത് മീലൊന്ന് വിളിച്ചു നോക്കാലോ അല്ലേ? ഹലോ, മുഖ്യമന്ത്രി അല്ലേ? ഓ, ഞാൻ കോഴിക്കോട്ടിൽ നിന്ന് കോയ മുഹമ്മദാ. ഓ, ആ അല്ല, ഇങ്ങള് പണ്ട് നവകേരള സദസ് എന്നൊരു പരിപാടിയായിട്ട് ഇവിടെ എല്ലാം വലിയ ബസ്സിന് വന്നീനല്ലോ. ഇവിടെ കേൾക്കുന്നുണ്ട്. ഓ, നിങ്ങള് മുഖ്യമന്ത്രിയും കുറെ മന്ത്രിമാരും ഒക്കെ അന്ന്. ആ ഞാൻ കോയ മുഹമ്മദ്. അന്ന് നിങ്ങൾക്കൊരു പരാതി എഴുതി തന്നിന്. കൊല്ലം ഇത്രയായിട്ടും അതിന്റെ മേലെ ഒരു നീക്കവും കണ്ടിട്ടില്ലല്ലോ. ഹലോ, ഇവിടെ കേൾക്കുന്നുണ്ട്. ഹലോ, ഇവിടെ കേൾക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നില്ലേ? മുഖ്യമന്ത്രി അല്ലേ? ഹലോ, ഇതാണ് അവസ്ഥ. പരാതി കൊടുത്തതിന്റെ മേൽ നടപടി സ്വീകരിക്കാത്തതിനെ കുറിച്ച് പരാതിപ്പെടാൻ നിന്ന സാങ്കേതിക തകരാർ ബീപ്പ്. സാധാരണക്കാരനെ എന്ത് പറയാനുണ്ടെങ്കിലും അത് 11 വർഷമായിട്ടും കേൾക്കാൻ കൂട്ടാക്കാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു നാടകവുമായി വന്നത് തിരഞ്ഞെടുപ്പ് കണ്ടിട്ടൊന്നും അല്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ടോൾ ഫ്രീ നമ്പറിൽ സംസാരിക്കുന്നവരിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയണമെന്ന് തോന്നുന്ന 10 പേരെ മുഖ്യൻ തിരിച്ചു വിളിക്കും. അതായത് അദ്ദേഹത്തിന് സംസാരിക്കണമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ മുഖ്യൻ പറയുന്ന 10 പേരോട് അദ്ദേഹം സംസാരിക്കത്രേ. പക്ഷേ EK നായനാർ പണ്ട് നേരിട്ടായിരുന്നു ഫോണിൽ ആളുകളുമായി സംസാരിച്ചിരുന്നത്. ഹലോ, സുകുമാരൻ നായരല്ലേ? ഞാൻ നായനാറാണോടോ. നമുക്ക് രണ്ടിനും ഒരു 6 ഉണ്ട്. സുകുമാരൻ നായർ പറഞ്ഞാട്ടെ, എന്താ എൻ്റെ പ്രശ്നം? ഇങ്ങനെ നേരിട്ട് ആളുകളോട് ഉള്ള തുറന്ന് സംസാരിച്ച നായനാരുടെ പിൻഗാമി ടോൾ ഫ്രീ നമ്പറുമായി നമ്പർ ഇറക്കാൻ വരുമ്പോൾ ജനം ഇങ്ങനെ അതിനെ കാണുമെന്ന് ഊഹിക്കാലോ. നായനാരോട് പരാതി പറയുമ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളതിനെ നടക്കില്ല എന്ന് തുറന്നു പറയുകയും പിന്നീട് അതാത് വകുപ്പുകളിലേക്ക് ആ പരാതി നീക്കി നടക്കാനുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതായിരുന്നു നായനാരുടെ രീതി. ഉമ്മൻചാണ്ടി ആവട്ടെ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ജനത്തിൻ്റെ ആവശ്യങ്ങളെ അപ്പോൾ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചെടുത്തു നിന്നാണ് ഇത്തരം നാടകവുമായി പുതിയ നീക്കം നടത്താൻ LDF വരുന്നത്. പക്ഷേ ഇവിടെ ഇന്നത്തെ മുഖ്യമന്ത്രി ചോദ്യങ്ങളെ ഭയക്കുന്നു, വിമർശനങ്ങളെ ഭയക്കുന്നു, ജനങ്ങളെ പുച്ഛത്തോടെ കാണുന്നു. അതുകൊണ്ടല്ലേ
മുഖ്യൻ നേരിട്ട് ജനങ്ങളുമായി സംവദിക്കാത്തത്? വൻ വാഹന വ്യൂഹത്തിൽ പറന്ന് ജനത്തെ പേടിപ്പെടുത്തി ഭരണം നടത്തുന്ന ജനകീയനായ മുഖ്യമന്ത്രി ചരിത്രത്തിൽ ആദ്യമായിരിക്കും. കോയിന്ന മാഷ് പറഞ്ഞതുപോലെ AI കാലമല്ലേ, മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജനം പാവം വിട്ടി കുഷ്മാണ്ഡങ്ങൾ. ബ്ലിങ്ക് തുടരുട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.